എന്റെ അമ്മേ. എടാ, നിനക്കൊക്കെ ഈ മലയാളം നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ മാത്രമല്ലേ അറിയാവുള്ളൂ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നല്ല ഹിന്ദി നടന്മാരുടെ ഇടി പഠിക്കണം. ഹിന്ദി നടന്മാരുടെ അടി പഠിക്കണമെങ്കിൽ ആദ്യം കരാട്ടെ പഠിക്കണ്ടേ? എന്തിനാളിയാ കളരി പോരെ? കരാട്ടയും കളരിയും ഒന്നും വേണ്ട, നല്ല നാട് അടിയുണ്ടല്ലോ, അതാണ് ബെസ്റ്റ്. സ്റ്റേജിൽ ഈ ഐറ്റം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിനെന്താ, എളുപ്പമല്ലേ? ദേ, ഈ സാറന്മാരോട് ചോദിച്ചറിയാ ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാണ്. നിനക്കൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയത് പോരാ അല്ലേ? അതെ, അന്ന് ഇവന് മാത്രമല്ലേ കിട്ടിയുള്ളൂ. ഇന്ന് നമ്മൾ എല്ലാവരും കൊള്ളാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത്. എന്നാ പിടിച്ചോ. മമ്മൂട്ടി അടിയോടോ കണ്ടോ? നിനക്ക് MGR സ്റ്റൈൽ അറിയാമോടാ? നാനാണയിട്ടാൽ അത് നടந்து വിട്ടാൽ இந்த படமாட்டான் உயிருள்ளவரை ஒரு துன்பமில்லை அவர் கண்ணீர் கடலிலே விழமாட்டார் அவர் கண்ணீர் கடலிலே விழமாட்டார் നാരായണയിട്ടാൽ അത് നടந்து വിട്ടാൽ. നിനക്ക് ഈ മോഹൻലാലിന്റെ ഇടി അറിയാവോ? നിനക്ക് മധുവിന്റെ ഐഡിയ അറിയാവൂടാ പട്ടി. പ്രേം നസീറിന്റെ ഇടി കണ്ടിട്ടുണ്ടോ? നിനക്ക് കമൽഹാസന്റെ ഇടി അറിയാവോ? ജാക്കി ചാന്റെ ഇടി അറിയാമോ? എന്താണ് വണ്ടി നിർത്തിയേ? ദേ ഒരാൾ വഴിയിൽ കിടക്കുന്നു. ശരിയാ, വാ ഇറങ്ങ്, നമുക്കൊന്ന് പോയി നോക്കാം. വാ വാ. ഞാനിതാ കാണുന്നു കറുത്ത അംബാസഡർ കാർ.
KCF 4162 ഇപ്പോ തോപ്പുംപടിയിലെത്തിക്കാണും. പ്രവചനമായിരിക്കും. ദൂരെ നടക്കുന്ന സംഭവങ്ങൾ പ്രവചിക്കുന്ന ഒരാളുണ്ടല്ലോ, എന്താളുടെ പേര്? ആരെങ്കിലും ആവട്ടെ, അതേപോലുള്ള പ്രവാചകനായിരിക്കും. എടോ ജിമ്മി വാടോ. ഇവിടെ നിന്നാ മതിയോ? നിനക്ക് വേറെ പണിയില്ലോടെ? വഴി കിടക്കുന്ന പിച്ചക്കാരനെയൊക്കെ പിടിച്ച. ഇത് പിച്ചക്കാരനൊന്നുമല്ല, എന്തൊക്കെ വിളിച്ചു പറയുന്നു. എടാ സാബു ചോദിക്ക്. എന്നിട്ട് വണ്ടിയിൽ 2 പേരുണ്ട്. അവർ മദ്യപിച്ചിരിക്കും. നല്ല സ്പീഡിലാണ് പോകുന്നത്. അവർക്ക് എന്ത് സംഭവിക്കും സ്വാമി? അവർക്കൊന്നും സംഭവിക്കില്ല. അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത്. എനിക്ക് എഴുന്നേക്കാൻ വയ്യ. എന്നെ വേഗം ആശുപത്രിയിൽ ഒന്ന് എത്തിക്കണം. ഇപ്പോഴെന്തായാലും പാവം, ഒന്ന് പിടിക്കണം. നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എടാ ഇത്ര ദുഷ്ടന. താങ്ങിക്കോ, എല്ലാരും കൂടി താങ്ങിക്കോ. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന്. ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും. ഒന്നുമില്ലെങ്കിൽ താൻ ഒരു മുസ്ലിം അല്ലടോ. ആണച്ചോ, അതുകൊണ്ടാണല്ലോ ഞാൻ വൈൻ മാത്രം അടിച്ചത്. മതി മതി. താൻ ഈ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കിൽ തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ? അല്ലെങ്കിൽ അയലൊക്കാർക്ക് ദാനെങ്കിലും ചെയ്തൂടെ? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഖുറാനിലും അങ്ങനെയാണച്ചോ എഴുതിയിരിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തൂടെ? മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഉദാഹരണത്തിന് തനിക്ക് 2 വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ? ദാനം ചെയ്യച്ചോ, സത്യമായിട്ടും ദാനം ചെയ്യും. മേട്ടുക്കൻ. ഓ, അല്ലെങ്കിൽ തന്റെ വീട്ടില് 2 കോണ്ടസ കാർ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ? ദാനം ചെയ്യച്ചോ. മിടുക്കൻ. അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് 2 സിന്ധി പശു ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിലൊരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ? ചെയ്യില്ലച്ചോ. അതെന്താ? എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് 2 സിന്ധി പശുക്കൾ ഉണ്ടച്ചോ. എന്തിയച്ചോ? ഹലോ സന്ധ്യ. അയ്യോ സന്ധ്യ, അങ്ങനെ അങ്ങ് പോയാലോ? സന്ധ്യ എന്ന് 2 വാചകം പറഞ്ഞത് വളരെ നന്നായി. ഇപ്പൊ ഒരുത്തനും വായി നോക്കി നിൽക്കാറില്ല. ഞാൻ ഇവനെ ശരിക്കൊന്ന് ഫയർ ചെയ്യും. പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആണെന്ന് കരുതി സന്ധ്യക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്. എന്റെ മമ്മി ഡാഡി സ്റ്റേറ്റ്സ്മാൻ. നാട്ടിലാണെങ്കിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്, ബംഗ്ലാവ്. ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ല. എന്റെ MBA കഴിഞ്ഞപ്പോ മമ്മി ഡാഡി അങ്ങോട്ട് വിളിച്ചതാ. ഓ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചെറുപ്പം മുതലേ ഞാനൊരു മിമിക്ക. അതുകൊണ്ടാ നേരം കളയാൻ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. സോറി, ഞാൻ ബയോഡേറ്റ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ലീലാമ്മയോ? ഓർമ്മത്തെ ഞാൻ തന്ന കത്തിന് മറുപടി ഒന്നില്ല. അധോലോക സുന്ദരി വാഹന അപകടത്തിൽ മരിച്ചു. നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു അജ്ഞാത യുവതി ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത്? സ്മഗ്ലിംഗ് പാർട്ടിയാണെന്ന് വ്യക്തമായില്ലേ? അതിന് രത്നത്തിന്റെ കാര്യമൊന്നും പത്രത്തിൽ എഴുതിയിട്ടില്ലല്ലോ. പിന്നെ കള്ളക്കടത്തുകാരാണെന്ന് പത്രക്കാർക്ക് എങ്ങനെ മനസ്സിലായി? ഒന്ന് പോടാ അവിടുന്ന്. നമ്മുടെ പോലീസുകാർ ഇവിടെ പന്ത് കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ അവന്മാരെ മിടുക്കന്മാരാ. അവന്മാർക്ക് എന്തെങ്കിലും ഹിന്ദി ഇട്ട് കാണും. രത്നത്തിന്റെ കാര്യമൊന്നും അവരും അറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം വിറ്റ് നമുക്ക് കാശാക്കാം. പിക്ക് കാശാക്കാം. ഒന്ന് പോടാണെന്ന്. അന്വേഷണം നടക്കുന്നുണ്ടാവും. എപ്പോഴാണ് പോലീസ് കയറി വരണമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോർ സൈക്കിളുകാരനായിരിക്കും. പോയി നോക്കാം, വാ. ഇതാവൻ തന്നെ നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ട. എന്റെ അമ്മേ, നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചൊരു മോട്ടോർ സൈക്കിളാരെ കണ്ടില്ലേ? അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അയാൾ ഇങ്ങോട്ട് കയറി വരുന്നു. എന്റെ നീ പത്രം എവിടെയെങ്കിലും ഒളിപ്പിച്ചു നോക്കി. എവിടെ ഒളിപ്പിക്കും? ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ ഒളിപ്പിച്ചു നോക്കാം. പത്രം ഒളിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വാതിലും തുറന്നിട്ടുണ്ടായിരുന്നേ.
നിങ്ങൾ കലാദർശനയിലെ മിമിക്സ് താരങ്ങളല്ലേ? അല്ല, അതെ. നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു. വളരെ നന്നായിരുന്നു. ഫാന്റാസ്റ്റിക്. ആ ലാലിന്റെയും മമ്മൂട്ടിയുടെ ഇമിറ്റേഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിരുന്നു. എന്റെ പേര് ജെയിംസ് ബോണിഫസ്. SN കോളേജിൽ ലെക്ചറാണോ? അല്ല, ഞാൻ അടുത്ത താമസിക്കുന്നു. അയ്യേ. ആ വഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കയറണം. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ 7-ാം നമ്പർ റൂമിലാ താമസം. നിങ്ങളെ കണ്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. അപ്പൊ വരട്ടെ. അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ. നിസാമേ, എന്ത് പറ്റിയടാ നിനക്ക്? നിസാമേ, അയ്യോ ദേ നിസാം, നിസാമേ, ഒന്ന്. ഇവന്റെ തൊണ്ടയിൽ എന്തോ തടഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് ബാസ്കറ്റ്. എന്തുവാടാ ഇത്? നീ എന്തായി കാണിച്ചത്? ന്യൂസ് പേപ്പർ ഒളിപ്പിച്ചു വെച്ചതാ. ഒറ്റ ഇടി വെച്ചാണോ? പുറത്തൊരു കാണാം. ന്യൂസ് പേപ്പർ ഒളിപ്പിക്കാൻ വായില്ലല്ലോ. കുറച്ച് വെള്ളം കൊടുക്ക്. ഇന്നലെ പാവയ്ക്കുള്ളിൽ ഒരു കത്തുണ്ടായിരുന്നല്ലോ, എന്തി? അത് ഇവിടെ ഇരിപ്പുണ്ട്. അത് അറിയാവുന്ന ആരൊക്കെ ഉണ്ടെന്ന് വായിപ്പിക്കും. എനിക്കറിയാവുന്ന ഒരു ഉറുദു മാഷുണ്ട്. ആളെങ്ങനെ? വിശ്വാസമില്ലാത്ത പോലെ പാർട്ടിയാണെങ്കിൽ ആകെ കുഴപ്പമാവും. എന്റെ കൊച്ചാപ്പ നല്ലപോലെ ഉറുദു വായിക്കും. എങ്കിൽ അങ്ങേരെ കൊണ്ട് വായിപ്പിക്കാം. പക്ഷെ കൊച്ചാപ്പ കഴിഞ്ഞ മാസം മരിച്ചുപോയി. എന്റെ അമ്മേ, അവന്റെ അണ്ണാക്കിലോട്ട് കയറ്റി. ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എന്താ മാഷേ, ഇത് ഞാനാ, ഉണ്ണി. ഉണ്ണിയായിരുന്നു? ഞാൻ മാഷ് എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു കടം വാങ്ങിച്ച് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും പിന്നാലെ വരികയാണെന്ന്. മാഷിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നാ ഞങ്ങള്. എന്താ ഉണ്ണികൃഷ്ണ വിശേഷം? ഞങ്ങളുടെ ഉറുദുവിൽ ഒരു ലെറ്റർ ഉണ്ട്, അതിന്റെ അർത്ഥം മാഷൊന്ന് വായിച്ച് പറഞ്ഞു തരണം. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഇതാ പെണ്ണെ എത്തിയിടുന്ന പക്ഷേ ഇത് ഞങ്ങളുടെ മിമിക്രിയിലെ ഒരു പുതിയ ഇനമാണ്. അതായത് ഉറുദു അറിഞ്ഞാത്ത ഒരാൾ ഉറുദു അറിയാവുന്ന ഒരാളോട് സംസാരിച്ചിരിക്കുമ്പോ ഉറുദു അറിയാവുന്ന വേറെ സ്ത്രീ ഒരു എഴുത്ത് എഴുതാൻ വരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഉറുദുവിൽ എഴുതണോ, ഹിന്ദിയിൽ എഴുതോ, തമിഴ് എഴുതോ, കന്നഡത്തിൽ എഴുതോ, അങ്ങനെ എങ്ങനെ മാഷിന്റെ അർത്ഥം പറഞ്ഞില്ല. അതാണോ കാര്യം? പറഞ്ഞു തരാം. പ്രിയപ്പെട്ട കാസർഗോഡ് കാതർബായി, ഇവിടുന്ന് ഒരു ലീലാപ്പണിക്കരുടെ കയ്യിൽ 25 ലക്ഷത്തിന്റെ ചരക്കയക്കുന്നു. കിട്ടിയാലുടൻ ഫോൺ ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം ഐക്കേറ്റി. ഈ ഐക്കേറ്റി എന്താ? ഇന്റർനാഷണൽ കള്ളത്തട്ടിപ്പ്. അല്ല മാഷെ, നമ്മുടെ മിമിക്രിയുടെ കോടാ. പിന്നെ മാഷെ, ഇത് പുറത്താരോടും പറയരുത്, നമുക്ക് ഡേഞ്ചറാ. വേറെ ഒന്നുമല്ല, വേറെ മിമിക്രി ട്രൂപ്പുകാരുണ്ട്, അവരിത് കോപ്പി അടിക്കും. അവരുടെ മാഷെ, താങ്ക്സ്. ഉണ്ണികൃഷ്ണ, ഒരു 100 രൂപ കടം തരാൻ കാണുവോ?